നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ജാവയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സ്വിംഗ് എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, GUI ഉള്ള പ്രോഗ്രാംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. സ്വിംഗ് ഫണ്ടമെന്റൽസ്. ഇപ്പോൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആർ മോസ്റ്റ്ലി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ബേസ്ഡ്. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയും പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണുകയും പ്രോഗ്രാം എക്സിക്യൂട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ ടെർമിനൽ വഴിയോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വഴിയോ പോലെയുള്ള ടെക്സ്റ്റ് ബേസ്ഡ് ഇന്റർഫേസ് വഴിയായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റിയൽ വേൾഡിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള, അതായത് ബട്ടൺസ്, മെനു പോലെയുള്ള ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എലമെന്റ്സ് ഉള്ള ആപ്ലിക്കേഷൻസാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത്. സ്വിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് ക്ലാസസ് ആൻഡ് ഇന്റർഫേസസ് ദാറ്റ് ഓഫർ എ റിച്ച് സെറ്റ് ഓഫ് visual components such as push buttons, text fields, scroll bars, checkboxes, tree, table, menu that can be tailored to fit any need. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന GUIയിലെ എലമെന്റ്സ്. ടെക്സ്റ്റ് ഫീൽഡ്, സ്ക്രോൾ ബാർ, ചെക്ക് ബോക്സസ്, ഇതൊക്കെയുള്ള ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ജാവാസ് ഒറിജിനൽ GUI സബ്സിസ്റ്റം ഈസ് കോൾഡ് ആസ് ദി അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. അപ്പോൾ ഒറിജിനൽ GUIക്ക് വേണ്ടിയിട്ട് ജാവയിൽ ഒറിജിനലി, അതായത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റം നമ്മൾ AWT എന്നാണ് വിളിക്കുന്നത്, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. AWT's components rely on platform specific native windows or PS. അപ്പോൾ AWT ചെയ്തിരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ GUI പ്രോഗ്രാമിന് ഡിസ്പ്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനുവേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് പ്രോഗ്രാംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് AWT നോക്കിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ദേ ആർ റെഫേർഡ് ടു എസ് ഹെവി വെയിറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് അതിന് റിസോഴ്സസും കാര്യങ്ങളെല്ലാം കൂടുതൽ വേണം. ബിക്കോസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, എ ഹെവി വെയിറ്റ് കോമ്പണന്റ് മൈറ്റ് ലുക്ക് ഓർ ഈവൻ ആക്ട് ഡിഫറെന്റ്ലി ഓൺ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ വിൻഡോസിലുള്ള പോലെ ആയിരിക്കില്ല ലിനക്സിൽ കാണാം, ലിനക്സിലുള്ള പോലെ ആയിരിക്കില്ല വിൻഡോസിൽ കാണാം. ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ഈച്ച് കോമ്പണന്റ് വാസ് ഫിക്സ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ പ്ലാറ്റ്ഫോം ആൻഡ് കുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് AWT ബേസ്ഡ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വേറെ വേറെ രീതിയിലിരിക്കും. നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് കിട്ടില്ല. രണ്ടാമത്തത്, നമുക്കിതിൽ ഒരു കൺട്രോൾ ഇല്ല. അതായത് ഒരു മെനു ഉണ്ടെങ്കിൽ ആ മെനുവിന് ഒറ്റ ഷേപ്പ് ഉണ്ടാവുള്ളൂ. ആ ഷേപ്പിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്വിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1997 ടു ഓവർകം ദ പ്രോബ്ലംസ് വിത്ത് AWT. ഇപ്പോൾ AWTക്ക് ഉണ്ടായിരുന്ന ഇങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല ഇത് ഹെവി വെയിറ്റ് ആയിരുന്നു, അണ്ടർലൈൻ പ്ലാറ്റ്ഫോമിന് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്നുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിംഗ് ഡെവലപ്പ് ചെയ്തത്. സ്വിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1997. സ്വിംഗ് ഓഫേഴ്സ് ലൈറ്റ് വെയിറ്റ് കോമ്പണൻസ് ആൻഡ് എ പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ. ഇപ്പോൾ സ്വിംഗ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് കോമ്പണൻസ് ആണ്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് കോമ്പണൻസ് ആർ ലൈറ്റ് വെയിറ്റ്. ദിസ് മീൻസ് ദാറ്റ് എ കോമ്പണന്റ് ഈസ് റിട്ടൺ എൻറ്റയർലി ഇൻ ജാവ. ഒരു കോമ്പണന്റ് ജാവ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായം നേടുന്നില്ല, ജാവ തന്നെയാണ് ഒരു വിൻഡോനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവ കോഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് കോമ്പണൻസ് ഹാവ് സം ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഇൻക്ലൂഡിംഗ് എഫിഷ്യൻസി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷന്റെ കോമ്പണൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. എ ലൈറ്റ് വെയിറ്റ് കോമ്പണന്റ് ക്യാൻ ബി ട്രാൻസ്പെറൻറ്റ് വിച്ച് എനേബിൾസ് നോൺ റെക്ടാങ്കുലർ ഷേപ്സ്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള വിൻഡോ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാം. ഫർദർ മോർ, ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ഈച്ച് കോമ്പണന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ സ്വിംഗ്. ദിസ് മീൻസ് ദാറ്റ് ഈച്ച് കോമ്പണന്റ് ക്യാൻ വർക്ക് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, ഇതിന്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അത് നമുക്ക് ജാവ വെച്ചിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ വരുന്ന വിധത്തിൽ മാറ്റി എഴുതാൻ പറ്റും, അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു സെപ്പറേറ്റ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ കോമ്പണന്റ് ഫ്രം ദ ലോജിക് ഓഫ് ദി കോമ്പണന്റ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതും ഇതിന്റെ ആക്ച്വൽ വർക്കിങ്ങും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു സെക്ഷൻ ഓഫ് കോഡ് ഹാൻഡിൽ ചെയ്യും, ഇത് ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ ആക്ച്വൽ ലോജിക്, പ്രോഗ്രാമിന്റെ ലോജിക്കും പ്രോഗ്രാമിന്റെ ഫങ്ഷണാലിറ്റീസ് എല്ലാം
നമുക്ക് വേറൊരു സെക്ഷനിലേക്ക് മാറ്റിയിടാൻ പറ്റും. ഇത് രണ്ടിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്ലഗ് ഇൻ എ ന്യൂ ലുക്ക് ആൻഡ് ഫീൽ ഫോർ എനി ഗിവൻ കോമ്പണന്റ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി സൈഡ് എഫക്ട്സ് ഓഫ് ദ കോഡ് ദാറ്റ് യൂസസ് ദ കോമ്പണന്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ VLC ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, VLCയിൽ നമുക്ക് സ്കിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പണ്ട് വിനാമ്പ് എന്നൊക്കെ പറഞ്ഞൊരു പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു, അതായത് സ്കിൻ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ തീം മാറ്റാൻ പറ്റും. ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് തീം മാറ്റാൻ പറ്റും. പക്ഷേ തീം മാറ്റിയാലും നിങ്ങളുടെ ബട്ടൺസിൻ്റെ ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. തീം മാറും, അതായത് മൊത്തം ലുക്ക് മൊത്തം മാറും, പക്ഷെ ഫംഗ്ഷനാലിറ്റി സെയിം ആയിട്ട് നിൽക്കും. അപ്പം സ്വിങ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ലുക്ക് ആൻഡ് ഫീൽ മാറ്റാൻ പറ്റും, ഫംഗ്ഷനാലിറ്റി സെയിം ആക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റാൻ പറ്റും. അടുത്തത് മോഡൽ വ്യൂ കൺട്രോൾ എന്നുള്ള കൺസെപ്റ്റാണ്, MVC. ഇത് ജാവയിൽ മാത്രമല്ല ഒരുപാട് യൂസർ ഇന്റർഫേസ് വരുന്ന ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദ മോഡൽ കറസ്പോണ്ട്സ് ടു ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ കോമ്പണന്റ്. അതായത് ഒരു കോമ്പണന്റിന്റെ കറന്റ് സ്റ്റേറ്റ് എന്താണ്, ചില പല സ്റ്റേറ്റ് ഉണ്ടാവും, ഡിസേബിൾഡ് സ്റ്റേറ്റ്, എനേബിൾഡ് സ്റ്റേറ്റ്, ആക്ടിവേറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെ കുറേ സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് മോഡൽ നമ്മൾ പറയുന്നത്. In the case of a checkbox, the model contains a field that indicates if the box is checked or unchecked. ഒരു ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു ടിക്ക് ഇടാനുള്ള ബോക്സ്. അപ്പം അതിൻ്റെ മോഡൽ എന്താണെന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ അൺചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. വ്യൂ ഡിറ്റർമൈൻസ് ഹൗ ദ കോമ്പണന്റ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കോമ്പണന്റ് എങ്ങനെയാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്, വിഷ്വൽ ട്രീറ്റ് എങ്ങനെയാണ്, അതിനാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. പേര് ആയിട്ട് വളരെ അടുത്ത് വരുന്ന ഡെഫിനിഷനാണ്. കൺട്രോളർ ഡിറ്റർമൈൻസ് ഹൗ ദ കോമ്പണന്റ് റിയാക്ട്സ് ടു ദ യൂസർ. ഇപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ആക്ഷൻ നടക്കണം, അപ്പോൾ ഇതൊക്കെയാണ് കൺട്രോളർ പറയുന്നത്. അതായത് ആക്ച്വൽ ലോജിക് വരുന്നത് കൺട്രോളറിലാണ്, ലുക്ക് ആൻഡ് ഫീൽ വരുന്നത് വ്യൂവിലാണ്. മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്, ഈ കോമ്പണന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, when the user clicks on a checkbox, the controller reacts by changing the model to reflect the user choice. ഇപ്പോൾ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ മോഡലിൽ അത് ചെക്ക്ഡ് എന്നായിട്ട് മാറും. മാത്രമല്ല അതിൻ്റെ കൂടെ ചേഞ്ച് ഇൻ മോഡൽ ഈസ് ദെൻ റിഫ്ലക്റ്റഡ് ഇൻ ആൻ അപ്ഡേറ്റ് ഇൻ വ്യൂ. വ്യൂവിൽ ഒരു ടിക്ക് മാർക്ക് വരും. ഇങ്ങനെയാണ് മോഡൽ വ്യൂ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. സ്വിങ് യൂസസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് MVC that combines the view and controller into a single logical entity called as UI delegate. അപ്പോൾ സ്വിങ്ങിൻ്റെ ടെർമിനോളജിയിൽ ഈ വ്യൂവും കൺട്രോളറും, അതായത് ആക്ച്വൽ നമ്മുടെ ലുക്കും അതിൻ്റെ ലോജിക്കും നമ്മൾ ഒരുമിച്ചാണ് എഴുതുക. അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതില്ല. സെപ്പറേറ്റ് എന്ന് പറയുന്നത് ഇതിന് രണ്ടും ഒറ്റ എൻറ്റിറ്റി ആയിട്ട് എഴുതുക. നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുക, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന് രണ്ടിനും കൂടെ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അത് നമ്മൾ UI delegate എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഈസ് കോൾഡ് എയ്തർ ദി മോഡൽ ഡെലിഗേറ്റ് ആർക്കിടെക്ചർ ഓർ ദി സെപ്പറബിൾ മോഡൽ ആർക്കിടെക്ചർ. അപ്പം നമുക്കിവിടെ മോഡലുണ്ട്, ഈ UI delegate ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനെ മോഡൽ ഡെലിഗേറ്റ് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. സ്വിങ് ഡസ് നോട്ട് റീപ്ലേസ് AWT, റാദർ സ്വിങ് ബിൽഡ്സ് ഓൺ ദി ഫൗണ്ടേഷൻസ് പ്രൊവൈഡഡ് ബൈ ദി AWT. ഇപ്പോൾ AWTൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹെവി വെയിറ്റ് ആയിരുന്നു, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ അതിനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സ്വിങ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ സ്വിങ് ഡെവലപ്പ് ചെയ്തത് AWTനെ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാനല്ല, AWTനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AWTക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സ്വിങ് വന്നത്, അതിനെ റീപ്ലേസ് ചെയ്യാനല്ല. ഇപ്പം നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം എഴുതാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോണന്റിന്റെ പേരാണ് JOptionBay എന്ന് പറയുന്നത്. അപ്പോൾ JOptionBay എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഡയലോഗ് ഡിസ്പ്ലേ എന്നുള്ളതാണ്. അപ്പോൾ മെസ്സേജ് ഡയലോഗ് എന്താണെന്ന് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പറയും. ഡയലോഗ് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓക്കെ എന്നോ ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് ബട്ടണായിട്ട് വരുന്ന ഒരു ചെറിയ ബോക്സ്. അതിനെയാണ് നമ്മൾ, അതായത് ചെറിയ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വിൻഡോനെയാണ് നമ്മളൊരു ഡയലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ JOptionBay ആണ് സ്വിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ്. ഈ ഡയലോഗ് ബേസ്ഡ് അങ്ങനെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതാണ് അടുത്ത സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ചെറിയ പ്രോഗ്രാമാണ്. അതിൽ ആദ്യത്തിൽ അതിനൊരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ഒരു GUI സ്വിങ് ഉപയോഗിച്ചുണ്ടാകുമ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്വിങ് ക്ലാസ്സുകളെല്ലാം, അതായത് GUI കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം javax.swing എന്ന് പറയുന്ന പാക്കേജിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു GUI ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും. ബാക്കി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള മെയിൻ മെത്തേഡ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതാണ് നമ്മളൊരു ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ്. JOptionBay.show input dialog.
അപ്പോൾ ഈ ഷോ ഇൻപുട്ട് ഡയലോഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ജെ ഓപ്ഷൻ പേ എന്ന് പറയുന്ന ക്ലാസിന്റെ മെത്തേഡാണ്. അപ്പോൾ ജെ ഓപ്ഷൻ പേ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഈ മെത്തേഡ് കോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻപുട്ട് ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ എന്താണ് ഇൻപുട്ട് ഡയലോഗ് ബോക്സ്, അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പ്രോഗ്രാം പറയുന്നതിന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആർഗ്യുമെന്റ് കൊടുത്തിട്ടുള്ള ഒരു സ്ട്രിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് ആ ഡയലോഗ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട മെസ്സേജ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു ഒറ്റ വേരിയേഷൻ മാത്രമല്ല, ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വെർഷൻ, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ കോഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി. നമ്മൾ കൊടുത്ത മെസ്സേജ് എൻ്റർ ദി ഫസ്റ്റ് ഇൻറ്റീജർ എന്നുള്ള മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട് ഇൻപുട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യത്തെ വാല്യൂ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ രണ്ടാമത്തെ കോഡ് എക്സിക്യൂട്ട് ആയി. ഷോ ഇൻപുട്ട് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ എൻ്റർ ദി സെക്കൻഡ് ഇൻറ്റീജർ നമ്മൾ കൊടുത്തു. നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്യുകയോ എൻ്റർ അടിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവിനെ ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവിനെ S1ലേക്കും S2ലേക്കും റിസീവ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ എൻ്റർ ചെയ്ത വാല്യൂ S1ലേക്ക് റിസീവ് ആയി, രണ്ടാമത്തെ S2ലേക്ക് റിസീവ് ആയി. അതൊരു സ്ട്രിംഗ് ആയിട്ടാണ് റിസീവ് ആവുന്നത്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു മെസ്സേജ് ബോക്സിൽ സം ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് സ്ട്രിങ്സ് ആണ്. നമ്മളിത് അഡീഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഈ സ്ട്രിങ്ങിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ക്ലാസ് ആണ് ഇത്. റാപ്പർ ക്ലാസ്സസ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇൻറ്റീജർ ഡോട്ട് പാർട്സ് ഇൻറ്റ് ഓഫ് S1 കോൾ ചെയ്ത് കഴിയുമ്പോൾ S1നെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ കൺവേർട്ട് ചെയ്തതിനു ശേഷം N1ലേക്ക് സ്റ്റോർ ആകും. അതിനുശേഷം N2നെ അതേപോലെ കൺവേർട്ട് ചെയ്യുന്നു, സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സമ്മ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഷോ മെസ്സേജ് ഡയലോഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഇൻപുട്ട് ഡയലോഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇൻപുട്ട് ഡയലോഗിൽ നമുക്ക് ഇൻപുട്ട് എൻ്റർ ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു. മെസ്സേജ് ഡയലോഗ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ആണ് ഷോ മെസ്സേജ് ഡയലോഗ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുന്നത്. അപ്പം ഒരു ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഇതാണ് ഒരു ഡിഫോൾട്ട് മെസ്സേജ് ഡയലോഗ് ബോക്സ്. ഇനി അതിൽ ആദ്യത്തെ ഇത് ഈ ഷോ മെസ്സേജ് ഡയലോഗിന്റെ ഒരു വേർഷനാണ്. ഇതിന്റെ ഒരുപാട് വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ വേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ആദ്യത്തെ പാരാമീറ്റർ പറയുന്നത് ഈ മെസ്സേജ് ഡയലോഗ് ബോക്സിന്റെ പാരന്റ് ആരാണെന്നാണ്. അപ്പം അത് യൂസ് ചെയ്യുന്നത് ഈ മെസ്സേജ് ഡയലോഗ് ബോക്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ക്രീനിൽ എവിടെ ഇതിനെ പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ സെന്ററിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒബ്ജക്റ്റിനാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി. നൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിന്റെ സെന്ററിൽ ഇതിനെ പ്ലേസ് ചെയ്യും. രണ്ടാമത് ആ ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ് എന്താണെന്നുള്ളതാണ്. മൂന്നാമത്തത് അതിന്റെ ടൈറ്റിൽ എന്താണെന്നുള്ളതാണ് ബോക്സിന്റെ. നാലാമത്തത് ആ മെസ്സേജ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഐക്കൺ എന്താണെന്നുള്ളതാണ്. ഐക്കണിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ഐക്കൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്ത് പ്ലെയിൻ മെസ്സേജ് എന്നുള്ള ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിൽ ഐക്കൺ ഒന്നും ഉണ്ടാവില്ല. നമുക്കിനി ഇത് ഓരോന്നും വൺ ബൈ വൺ മാറ്റി കൊടുത്തു പോകാം. അപ്പോൾ ഐക്കൺ എങ്ങനെ മാറുന്നത് നോക്കാം. എറർ മെസ്സേജ്, ഇൻഫർമേഷൻ മെസ്സേജ്, വാർണിംഗ് മെസ്സേജ്, ക്വസ്റ്റ്യൻ മെസ്സേജ്, ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കോഡ് എടുത്തിട്ട് ബാക്കിയെല്ലാം കമൻറ്റ് ചെയ്യാണ്. എക്സ്പ്ലനേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതെല്ലാം കമൻറ്റ് ചെയ്യാണ്. ഈ സമ്മ് ഡിസ്പ്ലേ വേണ്ടിയിട്ട് വെറുതെ ഒരു സമ്മ് ഡമ്മ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു വാല്യൂ എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ പ്ലെയിൻ മെസ്സേജ് എ ഓപ്ഷൻ മെയിൻ ഡോട്ട് പ്ലെയിൻ മെസ്സേജ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ മെസ്സേജ് നോക്കാം. ഇൻഫർമേഷൻ മെസ്സേജ് അല്ലേ, ഇൻഫർമേഷൻ മെസ്സേജ് ഈ ഐക്കൺ വരുന്നതുകൊണ്ടോ നോക്കാം. സേവ് ചെയ്തു, കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. റൺ ചെയ്തപ്പോൾ ഇവിടെ ഐക്കൺ നമ്മുടെ മെസ്സേജിന് മുൻപ് ഐക്കണായിട്ട് അത് വന്നിട്ടുണ്ട്, ഐക്കൺ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇൻഫോർമേഷൻ മെസ്സേജ് ഞാൻ കുറച്ച് പെയിൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ പുതിയൊരു പെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെ ഓപ്ഷൻ
പെയിൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ്. ഇതിൻ്റെ ഷോർട്ടർ വേരിയൻ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കുന്നത് നമ്മുടെ ജാവേൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്കാണ് പോകുന്നത്. ജാവേൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ എടുത്തിട്ട് ജെ ഓപ്ഷൻ പേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ജാവേൻ്റെ ഒഫീഷ്യൽ ഒറാക്കിളിൻ്റെ ഒരു പേജ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ടേഴ്സ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് ഇതാണ്, ഷോ ഇൻപുട്ട് ഡയലോഗ്. നമ്മൾ യൂസ് ചെയ്തത് ഈ മെത്തേഡാണ്, ഷോ ഇൻപുട്ട് ഡയലോഗ്. ഏതാണ് ഷോ ഇൻപുട്ട് ഡയലോഗ്? ഒരു മെസ്സേജ് മാത്രം വരുന്ന വെർഷൻ. ഈ മെത്തേഡാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. ഷോ ഇൻപുട്ട് ഡയലോഗ് ഒബ്ജക്റ്റ് മെസ്സേജ്, ഒരു മെസ്സേജ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഷോ മെസ്സേജ് ഡയലോഗ് ബോക്സ് ആണ്. ഷോ മെസ്സേജ് ഡയലോഗ് ബോക്സിലെ ഈ വെർഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പാരന്റ്, മെസ്സേജ്, ടൈറ്റിൽ, മെസ്സേജ് ടൈപ്പ്, ഇത് തന്നെ ഉള്ളൂ. നമുക്ക് മെസ്സേജ് ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ ഒരു വെർഷൻ തന്നെ ഉള്ളൂ. അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പാരന്റ് നള്ളായിട്ട് നോക്കുകയാണ് സ്ക്രീനിന്റെ സെന്ററിൽ വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് വാണിംഗ് ഡിസ്പ്ലേയുടെ മെസ്സേജ് വാണിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. ടൈറ്റിലും വാണിംഗ് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഡിസ്പ്ലേയുടെ ഐക്കൺ ജെ ഓപ്ഷൻ പെയിൻ ഡോട്ട് വാണിംഗ് മെസ്സേജ്. ഇതിന് എന്ത് ടൈപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വാണിംഗ് മെസ്സേജ് ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്തത് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാണ് അടുത്ത മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എററാണ്, എറർ. അപ്പോൾ ഇതെല്ലാം മാറ്റി എറർ നോക്കാം. എറർ, എറർ. ഇനി അടുത്തത് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ്? അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വാണിംഗ് ക്വസ്റ്റ്യൻ മെസ്സേജ്. എറർ മെസ്സേജ് ഇൻഫർമേഷൻ വാണിംഗ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ ഓപ്ഷൻ വിൻഡോ ക്വസ്റ്റ്യൻ മെസ്സേജ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? ഇൻഫർമേഷൻ മെസ്സേജ് ബോക്സ് ആണ്. രണ്ടാമത്തത് വാണിംഗ് മെസ്സേജ് ബോക്സ് ആണ്. മൂന്നാമത്തെ എറർ മെസ്സേജ് ബോക്സ് ആണ്. നാലാമത്തത് ക്വസ്റ്റ്യൻ മെസ്സേജ് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്താണ് GUI പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ മെസ്സേജ് ബോക്സസ്, ഡയലോഗ് ബോക്സസ് യൂസ് ചെയ്യാം.